അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. മിസ് ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിനെ കുറിച്ചാണ്. എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്? അതായത് പണ്ട്, നമ്മുടെ ആദിമ മനുഷ്യർ റിവറിൻ്റെ തീരങ്ങളിൽ, നദിയുടെ തീരങ്ങളിൽ കൃഷി ഇറക്കി. ആ കൃഷിയിലുണ്ടാകുന്ന വിളവുകൾ അവർ പൈസയ്ക്കല്ല വിറ്റിരുന്നത്. കാര്യം അന്ന് പൈസയൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല, അവർക്ക് അറിയത്തുമില്ല, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുത്തു. അതായത് ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുക, പാല് കൊടുത്ത് മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക, ഇങ്ങനെയുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. അവിടെ പൈസ അവർക്ക് യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ് ഇസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. ഇങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അതിനുശേഷം, അതായത് ഏകദേശം ക്രിസ്തുവിന് മുമ്പേ 3300 BC-യിൽ നമുക്കറിയാം ഒരുപാട് സംസ്കാരങ്ങളുണ്ടല്ലേ ലോകത്ത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ട്. ആ സമയങ്ങളിൽ ആ സിവിലൈസേഷൻസിൽ ഉണ്ടായിരുന്ന സംസ്കാരം എന്ന് പറയുന്നത് അവർ മണ്ണിൻ്റെ അടിയിൽ നിന്നും എടുത്ത ക്ലേ വെച്ച്, അതായത് ക്ലേസ് വെച്ച്, കളിമണ്ണ് വെച്ച് അവർ ചെറിയ ടോക്കൺസ് ഒക്കെ ഉണ്ടാക്കി, ടാബ്ലറ്റുകൾ ഉണ്ടാക്കി, അതിലൊക്കെ കണക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി. അതായത് കൃഷിയിൽ നിന്നും ഇത്ര വിളവ് ഉണ്ടാകുമ്പോൾ അവർ വേഗം തന്നെ ആ ടാബ്ലറ്റ് എടുത്ത് എഴുതും, ഇത്ര വിളവുണ്ടായി. അതിനുശേഷം കൊടുക്കുമ്പോൾ ഇത്രത് കൊടുത്തു എന്ന് രേഖപ്പെടുത്തും ടാബ്ലറ്റിൽ. അതുപോലെ തന്നെ മിച്ചം വരുന്നത് അതും ഇത്രയാണെന്ന് പറഞ്ഞവർ രേഖപ്പെടുത്തും. അപ്പം ഇങ്ങനെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിൽ അവർ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക്, അതായത് മുട്ട, പാല്, ഇതെല്ലാം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ അവരിങ്ങനൊരു രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ അവിടെ നിന്ന് രൂപപ്പെട്ടു, അല്ലേ? അതിനുശേഷം ഏകദേശം ഇന്ത്യയിൽ ഒരു 2nd century BC ആയപ്പോൾ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു എക്കണോമിസ്റ്റ് ആണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അത് മാത്രമല്ല ഒരു ഫിലോസഫർ കൂടിയാണ്, അതായത് ഒരു തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് പണ്ഡിതനായ ചാണക്യ. അദ്ദേഹം തൻ്റെ രാജഭരണത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെയൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ ചെറുതായിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം തക്ഷശില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, നല്ല വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം കണക്കുകളെല്ലാം ഇങ്ങനെ ചെയ്യാൻ അവരുടെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന ആളുകളോട് നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം റോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിൽ, അതായത് റോമിൽ നിരവധിയായ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും ജനസംഖ്യ കണക്കെടുപ്പ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ലൈഫ് സ്റ്റോക്ക്, ഇതൊക്കെ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നപ്പോൾ ചെറിയ രീതിയിലൊക്കെ അക്കൗണ്ടിങ് യൂസ് ചെയ്തിരുന്നു. ഇങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിൻ. അപ്പം നമ്മളോട് ഇനി ആര് ചോദിച്ചാലും മറക്കരുത് കേട്ടോ. അതായത് അക്കൗണ്ടിങ് ഒറിജിൻ ഇങ്ങനെയാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? അതായത് മിസ് ഇന്ന് ക്ലാസ് എടുത്തത് അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിനെ കുറിച്ചാണ്. ആദ്യം വന്നത് ബാർട്ടർ സിസ്റ്റമാണ്. അതിനുശേഷം ഒരു 3300 BC ആയപ്പോൾ ഏൻഷ്യൻ സിവിലൈസേഷൻസിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ചെറിയ രീതിയിൽ. അതിനുശേഷം ഇന്ത്യയിൽ 2nd century BC ആയപ്പോൾ നമ്മുടെ പണ്ഡിതനായ ചാണക്യ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന് ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള പാഠവങ്ങളൊക്കെ, അറിവുകളൊക്കെ പകർന്നു കൊടുത്തു. അതിനുശേഷം റോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിലും അക്കൗണ്ടിങ് ചെറുതായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യൂ. കൂടുതൽ അറിവുകളിലേക്ക് നമുക്ക് പോകാം. താങ്ക്